ഹായ്, നമ്മളിന്ന് ഒരു സോങ്ങിൻ്റെ ഷൂട്ടിന് വന്നിട്ടുള്ളത്. ഇതാ നമ്മളെ അസിസ്റ്റൻറ്റ് ക്യാമറാമാൻ ആൻഡ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ബാക്കിൽ വെക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് കാണിച്ചു തരാം. നമ്മുടെ അത്ര വലിയ ബജറ്റും വലിയ ക്രൂ ഒന്നും ഇല്ലാത്തൊരു ചെറിയ സോങ് ഷൂട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഫൈനൽ ഔട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാനിവിടെ ചെറുതായിട്ട് കാണിക്കാം. നമ്മുടെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ ജിറ്റിക്സിലുണ്ട്. അതിൽ കയറി കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഒരു സോങ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഡയറക്ടർ, ക്യാമറാമാൻ, എഡിറ്റർ, അതേപോലെ കുറേ അസിസ്റ്റന്റുമാർ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ അധികം ആൾക്കാരൊന്നും കാണാത്തത്. നമ്മുടെ നായകൻ്റെ, അതായത് രാജുവേട്ടൻ്റെ മോനാണ് എനിക്ക് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു തന്നത് ക്യാമറ അസിസ്റ്റൻ്റായിട്ട്. 40കൾക്ക് ശേഷമുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രണയമാണ് നമ്മുടെ സോങ്ങിൻ്റെ തീം. നമ്മുടെ നായികയുടെയും നായകൻ്റെയും കുട്ടിക്കാലം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ഒരു പ്രശ്നം നേരിട്ടത്. നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ചിരുന്ന ഡ്രസ്സ് പുതിയതായിരുന്നു, ഷൂട്ടിന് പോകുമ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷേ അത് എന്ത് ചെയ്തിട്ടും നമുക്ക് ആ സീനിൽ മാച്ച് ആകുന്നില്ല. അപ്പോൾ നമുക്കത് കുറച്ച് പഴയതാക്കണമായിരുന്നു. അങ്ങനെ നമ്മളത് കുറച്ച് മണ്ണൊക്കെ പുരട്ടി അതൊന്ന് പഴയതാക്കി എടുക്കുകയാണ്. കറക്റ്റ് പഴയ പനിയെ കറക്റ്റ്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ പഴയതാക്കി. അപ്പോഴാണ് അടുത്ത വെല്ലുവിളി, അതായത് മഴ പെയ്യണം. നമ്മൾ പഴയ കാലത്തൊരു മഴയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മഴ പെയ്യിക്കാൻ വേണ്ടി നമ്മളൊരു പൈപ്പൊക്കെ വെച്ച് വെള്ളമൊക്കെ അടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മുടെ കയ്യിൽ ഒറിജിനൽ സിനിമയ്ക്ക് വേണ്ട സെറ്റപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് അത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തേ. നിങ്ങൾ ഫൈനൽ ഔട്ട് എന്തായാലും വീഡിയോയിൽ കണ്ടു നോക്കണം. ഒന്നുകൂടി നിന്റെ മുഖം കാണണോ? അങ്ങനെ ഞങ്ങൾ ഷൂട്ടിന് വേണ്ടി വയലിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ അടിപൊളി ഒരു പേരക്ക മരം കണ്ടത്. അടിപൊളി പേരക്ക ഉണ്ടായിരുന്നു, അതിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ഷൂട്ടിങ്ങിൽ ചില സമയങ്ങളിൽ ഡയറക്ടർക്ക് ചില സീനുകൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞാനൊരു സീൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് ഇത്. വെറുതെ എടുത്തു നോക്കാം. ഓക്കെ.